നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ മാറിപ്പോകണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണുള്ളത്? ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾ മാറണമെന്നും ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകണമെന്നും ഒക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് നമ്മുടെ ഇടയിൽ ആരും തന്നെയില്ല. കഷ്ടങ്ങളിൽ നിന്നും കടഭാരങ്ങളിൽ നിന്നും രോഗപ്രയാസങ്ങളിൽ നിന്നും ഒക്കെയുള്ള ഒരു വിമോചനം കൂടിയാണ് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്രകാരം ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കുറച്ചധികം കാര്യങ്ങൾ, എപ്രകാരമാണ് ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നൊക്കെയാണ് ഇന്നത്തെ തൊടുകുറി ശാസ്ത്രപ്രകാരം നോക്കുവാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നിങ്ങൾക്കിന്ന് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് 2 ചിത്രങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് അരളിപുഷ്പവും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ചെമ്പരത്തി പുഷ്പവുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ധാരാളം ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ അതിനെയൊക്കെ അഭിമുഖീകരിക്കുവാനും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തിൽ കഷ്ടങ്ങളും കടഭാരങ്ങളെയും ഒക്കെ അകറ്റി നിർത്തുവാനും ഈശ്വരൻ നിങ്ങളെ വളരെയധികം സഹായിക്കും. അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ അരളിപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളോടും പ്രയാസങ്ങളോടും കൂടി കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെന്ന വ്യക്തികൾ. അതിനിടയിൽ അല്പം സന്തോഷിക്കുവാനോ സമാധാനത്തോടു കൂടി ഇരിക്കുവാനോ കഴിയാതെ ജീവിതത്തിൽ പലതരം മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾ. പലപ്പോഴും മറ്റുള്ളവരെ സഹായിച്ചും കൂടെയുള്ളവരെ അന്ധമായി വിശ്വസിച്ചും ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത്. കടഭാരം കൊണ്ടും കണ്ണുനീർ കൊണ്ടും സ്വന്തമായ ഒന്നുമില്ലാതെയും ഭാരപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച എന്ന് പറയുന്നത് മറ്റാർക്കും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഉയർച്ചയാണ്. അതായത് ഇന്നോ നാളെയോ ഒന്നും കൊണ്ട് മാത്രമല്ല, ജീവിതത്തിൽ കുറച്ച് നാളുകൾ കൂടി കാത്തിരുത്ത് കഴിഞ്ഞാൽ സമാധാനപരമായ ഒരു നല്ലൊരു ജീവിതം നയിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ബാധ്യതകളും ചുമക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ചിലപ്പോൾ മൂത്ത സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ മക്കളായിരിക്കാം നിങ്ങൾ. അങ്ങനെ തുടങ്ങി ജീവിതത്തിലെ എല്ലാ നല്ല സമയങ്ങളും ഒരു കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾക്ക് വേണ്ടി ദാനമായി നൽകുന്ന വ്യക്തികളാണ്. എന്നും കണ്ണുനീരും ദുഃഖവും മാത്രമേ ആ കുടുംബത്തിനും നിങ്ങളോട് പറയുവാനായിട്ട് കഴിയൂ. ഒരു വിവാഹ ജീവിതം സ്വപ്നം കാണുവാനായിട്ട് കഴിയുന്നില്ല. അതുപോലെ തന്നെ നല്ല സന്തോഷ കുടുംബങ്ങൾ സ്വപ്നം കാണുവാൻ കഴിയുന്നില്ല. അത്രത്തോളം ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് ജീവിതത്തിൽ വളരെ ഞെരുക്കത്തോടു കൂടി കഴിയുന്ന വ്യക്തികളാണ്. എങ്ങനെയാണ് ഇതിനൊരു സമാധാനം ഉണ്ടാവുക, എങ്ങനെയാണ് ഇതിനൊരു ആശ്വാസം ഉണ്ടാവുക എന്ന് ചിന്തിക്കാത്ത ഒരു നിമിഷം പോലും നിങ്ങളുടെ ജീവിതത്തിലില്ല. അത്രത്തോളം ഭയങ്കരമായ ഒരവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട്. ജീവിതത്തിലെ ദുഃഖങ്ങളും നെടുവീർപ്പുകളും കഷ്ടങ്ങളും ഒക്കെ കടന്നു വരുന്നുണ്ട്. ഒരാശ്വാസ വാക്ക് പറയാൻ അല്ലെങ്കിൽ ഒന്ന് സമാധാനിപ്പിക്കാൻ ആരുമില്ലാതെ വളരെയധികം ഞെരുക്കത്തോടും ഭാരത്തോടും കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കും. വരുന്ന 41 ദിവസത്തിനകം ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന കുറച്ചധികം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എവിടെയൊക്കെയാണോ ആർക്കൊക്കെയാണോ നിങ്ങൾ വേണ്ടാതായത് അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയത് അവിടെയൊക്കെ തലയുയർത്തി നിൽക്കേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുവാനായിട്ട് പോവുകയാണ്. ഒട്ടുമിക്കവരിലും ഉണ്ടാകുന്ന കഷ്ടങ്ങളും കടഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ ഒന്നാമത്തെ ചിത്രമായ അരളിപുഷ്പം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും അനുഗ്രഹീതമായ ദിവസങ്ങളാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നതെങ്കിലും അത് തക്കതായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന വ്യക്തികളായിരിക്കാം. എന്നാൽ ഇനി ആ ഭാരവും പ്രയാസവും ഒക്കെ മാറ്റിവെക്കാൻ കഴിയും. ഈശ്വര അനുഗ്രഹത്താൽ ഒത്തിരി നന്മകൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ കാത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രമായ ചെമ്പരത്തി പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വളരെയധികം ഐതിഹ്യമുള്ള ഒരു വസ്തുതയാണ് അല്ലെങ്കിൽ ഒരു പുഷ്പമാണ് ഈ ചെമ്പരത്തി പുഷ്പം എന്ന് പറയുന്നത്. പലപ്പോഴും
നമ്മുടെ ഭവനങ്ങളിലൊക്കെ വിളക്ക് കത്തിക്കുന്ന സമയത്തൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുപോലെ പല ഔഷധ ഗുണമുണ്ട്. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇത് പ്രകാരം വരുത്തുന്ന വ്യക്തികളുണ്ട്. പറഞ്ഞാൽ തീരില്ല, അത്രത്തോളം അനുഗ്രഹമുള്ള ഒരു പുഷ്പം തന്നെയാണ് ഈ പുഷ്പം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചിത്രമായ ചെമ്പരത്തി പുഷ്പം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം കഠിനമാണ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമനോഭാവം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം നീ എന്തു ചെയ്തു, നീ എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന വ്യക്തികളാണ്. അതായത് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവൻ കൊടുക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനം പണയം വെച്ച് പണം നൽകുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ വായ്പാ ബാധ്യതകൾപ്പെട്ട് അവരെ രക്ഷിക്കുന്നതാകട്ടെ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതം പണയം വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ അവരെ കൊണ്ട് കടന്നു പോകുമ്പോൾ ഏറ്റവും അവസാനം അവർ നല്ല നിലയിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കാം. പലപ്പോഴും ആ ചോദ്യങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുത്താറുണ്ട്. എന്തിനാണ് ജീവിക്കുന്നത് എന്ന തോന്നൽ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരു തരത്തിലും നിങ്ങൾ മനോവിഷമം അനുഭവിക്കേണ്ടതില്ല. ഇന്നത്തെ സാഹചര്യവും സന്ദർഭങ്ങളും എല്ലാം അനുസരിച്ച് ഇങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യരും നമ്മളെ മനസ്സിലാക്കാത്ത വഴിയിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും, പല പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ഇനി ഒരിക്കലും നിങ്ങൾ കഷ്ടപ്പെടരുത്. ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾ മറ്റാർക്കും അടിമകളാകരുത്. പ്രധാനമായിട്ടും അത് ഓർത്ത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സമാധാനവും സന്തോഷവും ദൈവിക അനുഗ്രഹവും ഒക്കെ ഉണ്ടാകും. പലപ്പോഴും പല മോശം കാര്യങ്ങളിലും നിങ്ങളെ ഇടപെടുത്തി ഏറ്റവും അവസാനം ഒറ്റപ്പെടുത്തി കളയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് വരെ പിണങ്ങുന്ന സാഹചര്യങ്ങളൊക്കെയുണ്ട്. അപ്പോഴും നിങ്ങളെ കൈവെടിയുന്ന, അല്ലെങ്കിൽ അപ്പോഴും നിങ്ങളോട് സ്നേഹത്തോട് പെരുമാറാതെ നിങ്ങളിലുള്ള എല്ലാ ദാനങ്ങളും തട്ടിയെടുത്ത ശേഷം നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ. ഇതൊക്കെ ഈശ്വരൻ കാണുന്നുണ്ട്. പലപ്പോഴും ഈശ്വര അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത്തരം ഒറ്റപ്പെടലുകളും വേദനകളും. ഒരിക്കലും പ്രയാസപ്പെടേണ്ട. വരുന്ന കുറച്ചു മാസം ക്ഷമയോടുകൂടി കാത്തിരിക്കുക. സ്വന്തം കാര്യം നോക്കുവാൻ പഠിക്കുക. എന്നാൽ മാത്രമേ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാകൂ. എപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നോ അന്നു മുതൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായതും അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹത്താൽ നിറയുന്നതുമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഈശ്വരാനുഗ്രഹത്താൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.